എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിതാ ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, അതായത് ഞങ്ങൾ ഫാമിലിയും ആങ്ങളെ ഫാമിലിയും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അമ്മയുടെ വീട് കണക്റ്റഡ് റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോകണം. അമ്മയുടെ സൈഡിലുള്ള റിലേറ്റീവ്സിൻ്റെ, അതായത് അങ്കിൾമാരുടെ വീട്ടിൽ, ആൻറ്റിമാരുടെ വീട്ടിൽ, അവരുടെ മക്കളുടെ വീട്ടിൽ, അങ്ങനെയൊക്കെയുള്ള വീടുകളിലേക്ക് ഞങ്ങളിന്ന് പോകണം, ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പൂവത്തുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് അമ്മയുടെ വീട്. അപ്പോൾ അമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അനിയത്തിയുടെയൊക്കെ വീട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്കിൾമാരുടെ വീട്ടിൽ പോയി, അത് കഴിഞ്ഞ് അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് ഇന്ന് ലഞ്ച് ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്നവർ. അപ്പോൾ അവിടെ പോയി ലഞ്ച് കഴിച്ച് പിന്നെ അനിയത്തി ഫാമിലിനെയും കൂടെ കൂട്ടി ബാക്കിയുള്ള വീടുകളിലേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. കണ്ണി ഇതേ വണ്ടിയൊക്കെയായി എത്തിയിട്ടുണ്ട്. നമുക്ക് പുറപ്പെടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് മിടുവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ. വണ്ടീനെയൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ മിടുവിനെയും ഗ്രേസിനെയും സ്റ്റീവിനെയൊക്കെ കൂട്ടി ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അഷ്ടമിത്ര സ്റ്റീഫൻ ചേട്ടൻ്റെ കടയിലേക്കായിട്ട് സ്വീറ്റ് പാർലറിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്റ്റീവിനെ കണ്ടപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ ജീരകം മിഠായി വെച്ചിട്ടുള്ള ഒരു ടോയ് എടുത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീവിന്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ സ്റ്റീവിന്. അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നല്ല ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബേക്കറി ഐറ്റംസൊക്കെ ആ സമയം കൊണ്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകണം കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള യാത്ര നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആദ്യം പോകുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ അമ്മയുടെ 2 ആങ്ങളമാരുള്ള വീടാണ്, അതുപോലെ തന്നെ 2 ആൻറ്റിമാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ മൊയിലുണ്ട്. അപ്പോൾ അഞ്ജലിക്കും ഗ്രേസിനും സ്റ്റീവിനൊക്കെ മൊയിലിനെ കാണാനും കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവരാദ്യം മൊയിലും കൂടിൻ്റെ അടുത്താണ് പോകുന്നത്. അവിടെ ചെന്ന് മൊയിലിനെയൊക്കെ കണ്ട് കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നവർ. ഇവിടെ അനിലേട്ടനും സണ്ണിയൊക്കെ ഓൾറെഡി ഇതേ ആംഗിൾമാരോട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ മൊയിലിനെയൊക്കെ കണ്ട് ഞങ്ങളും വീടിനകത്തേക്ക് കയറണം കേട്ടോ. അപ്പോൾ ആംഗിൾമാരോട് ഇന്ന് വർത്താനം പറയുന്നുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ ആൻറ്റിയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു ആൻറ്റി പുറത്ത് പോയിരിക്കണം, ഒരു ആൻറ്റി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ ആൻറ്റി ആയാലും ഗ്രേസിനെയൊക്കെ കളിപ്പിച്ച് ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ വെള്ളം ഉണ്ടാക്കാം, നാരങ്ങ വെള്ളം കുടിക്കാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ആൻറ്റി നാരങ്ങ പറിക്കാൻ പോകണം കേട്ടോ. ഇത്രയും ചെറിയ നാരങ്ങ പൊട്ടിച്ചോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ആൻറ്റി? ആണോ? ഇത് പക്ഷെ എനിക്ക് കാണുമ്പോൾ കുഞ്ഞിതല്ലേ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അല്ലല്ലോ. ഇതോ? ഇതെന്തെന്ന് നാരങ്ങ? ചൈനീസ് ഓറഞ്ച് എന്നാണ് അതിൻ്റെ പേര്. എന്തെങ്കിലും ആവട്ടെ, ഉപ്പും വെള്ളമോ മധുരം വെള്ളമോ. ഈ നാരങ്ങ ചെറുനാരങ്ങയേക്കാളും ചെറിയ നാരങ്ങ കേട്ടോ. ഇതിൻ്റെ പേര് ചൈനീസ് ഓറഞ്ച് എന്നാണ് അങ്കിൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ആൻറ്റിയുടെ വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് ജ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നത് മുറിക്കുമ്പോഴും ഇഷ്ടംപോലെ ജ്യൂസ് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അങ്ങനെ ആൻറ്റി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു. അപ്പോൾ നാരങ്ങ വെള്ളം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി. ഉപ്പ് അതുപോലെ തന്നെ മുളക് അരച്ച് ചേർത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആൻറ്റി ഉണ്ടാക്കിയേക്കണത്. നല്ല ടേസ്റ്റി ആയിരുന്നു. കുടിക്കാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വെള്ളം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സണ്ണി അങ്കിളിനോട് ചോദിച്ച് കുറച്ച് ചെടികൾ സണ്ണിക്ക് ആവശ്യത്തിന് ചോദിച്ച് വെട്ടി മുറിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അങ്കിളിനോട് മണി പ്ലാന്റ് വേണമെന്ന് പറഞ്ഞത് അങ്കിള് മണി പ്ലാന്റ് എനിക്ക് വെട്ടിത്തരുന്നുണ്ട്. താങ്ക് യു. ഇതിലും കാണിച്ചിട്ടുണ്ട് അച്ചാച്ചൻ നാട്ടിൽ നിന്ന് വന്ന് മണി പ്ലാന്റ്. അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് വളരും. ഞാനങ്ങനെ അച്ചാച്ചനോട് പറയായിരുന്നു, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്ന് ഞാൻ UP-യിൽ കൊണ്ടുപോയി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അവിടെ നന്നായി വളരണുണ്ടെന്ന്. അപ്പോൾ അത് കേട്ട് അങ്കിൾ ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും സണ്ണിയൊക്കെ ചെടികളൊക്കെ വണ്ടിയിലൊക്കെ വെച്ച് ഇനി എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങണം കേട്ടോ. നമുക്കിനി വേറെയും കുറേ വീടുകളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അവരോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ബൈ 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 ബൈ. അങ്ങനെ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ പോണത് ഞങ്ങളുടെ വേറൊരു അങ്കിളുടെ വീട്ടിൽ, അമ്മയുടെ വേറൊരു ആങ്ങളയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റി ജോലിക്ക് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷം ഫോൺ വിളിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ആൻറ്റി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ അങ്ങനെ ആൻറ്റീനെ കാണാൻ പറ്റി. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്കിളുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആൻറ്റിയും വന്നു.
ആൻറ്റി വരണുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ സ്റ്റീവിനെയും കൊണ്ട് കുറച്ച് സമയം മുറ്റത്തൊക്കെ നടന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റീവിനെ പൂക്കളൊക്കെ കാണിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത്തിരി നേരം നടന്നതാണ്. ഇപ്പോൾ സ്റ്റീവ് ഞങ്ങളുമായിട്ട് നല്ല പരിചയമായി. അപ്പോൾ കൂട്ടത്തിലൊക്കെ വരും. ഞങ്ങൾ ചെന്ന ദിവസങ്ങളിലൊക്കെ അധികം അടുത്തേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വിളിച്ചാലും ഒക്കെ വന്നോളും. അതുപോലെ തന്നെ വർത്താനം പറയും, ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞ് നേപ്പിക്കും ഇതാ ആൻറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇതാകത്ത് കടന്ന് വീണ്ടും ആൻറ്റിയോട് കുറച്ച് സമയം പിന്നെയും വർത്താനം പറയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ ആൻറ്റി ഇതാ പോരാൻ നേരത്ത് കുറേ മാങ്ങയൊക്കെ എടുത്തു തന്നു. അടിപൊളി മാങ്ങ, ഞാനൊരു പാക്കറ്റ് നിറച്ചെടുത്തിട്ടുണ്ട്. മൂവാണ്ട മാങ്ങ ഞാൻ പറഞ്ഞപ്പോൾ മുറ ഞാൻ കരിയാക്കി ഫുള്ള് എടുക്കുന്നു. അങ്ങനെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് മാങ്ങിയൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഇനി സീജർ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അവിടെ കേട്ടോ പറഞ്ഞേക്കണം. അവർ ഞങ്ങളെ ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ഇതാ സീജർ വീട്ടിലേക്ക് ഇതാ എത്തണം. അവിടുത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള വീടുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സിജിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. സിജു വീട്ടിൽ ഇത് വന്നപ്പോഴേക്കും എന്താ റോണൂട്ടനും ജോജിയൊക്കെ ഇതാ വണ്ടിയുടെ ഒച്ച കേട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവരുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എത്തി, ഓരോരുത്തരായിട്ട് എല്ലാവരും എത്തി. തക്കും സിജിയും അവരുടെ അപ്പച്ചനും എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടായിട്ട് ഇതാ പഠിക്കത്തന്നെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിനകത്തേക്ക് അകത്ത് കടന്നിട്ടും കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും അവർ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് ചിപ്സ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ പല കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത്തിരി നേരം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ പിന്നെ ഇരുന്ന് ഞങ്ങൾ ഇതാ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് ആണല്ലോ ചക്ക മാങ്ങയൊക്കെ. അപ്പോൾ അങ്ങനെ ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് ഒരു നല്ല പഴുത്ത ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചക്കയൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ചക്കയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചക്ക കഴിച്ചു കേട്ടോ. ചക്ക എന്തായാലും ഒരുപാട് കഴിച്ചു എന്ന് തന്നെ പറയാം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ ഒരു നല്ല അടിപൊളി ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോജി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ 2-3 കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളിതാ ചോറിനാണ്. മിടും സ്റ്റീവൂട്ടനും ഇവിടെ സോഫയിൽ ഇരിക്കണം കേട്ടോ. കാരണം സ്റ്റീവൂട്ടിനെ ചോറ് കൊടുക്കാനായിട്ട് മിടുത ഇവിടെ വന്നിരിക്കുകയാണ്. കളിച്ച് ചിരിച്ച് അവൻ്റെ കൂടെ കഥകളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരുന്നാൽ സ്റ്റീവൂട്ട് ഇത്തിരിയെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിടു ഇവിടെ നീങ്ങിയിരിക്കണം സ്റ്റീവൂട്ടിനൊന്ന് ഭക്ഷണം കഴിപ്പിക്കുന്ന സമയം വരെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും സ്റ്റീവൂട്ടിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇവരുടെയൊക്കെ തക്കുവിൻ്റെയും അഞ്ജലിയുടെയൊക്കെ ചോറുകൊണ്ട് കഴിഞ്ഞായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ അവർ പിന്നെ കൊച്ചിനെ നോക്കി. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് മിടുവായാലും ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇതാ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ലഞ്ചാണെന്ന് അവരുണ്ടാക്കിയായിരുന്നു ശരിക്കും. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണ് അവരൊക്കെ ഒന്ന് റെഡി ആകാനായിട്ട്. കുറച്ചൊക്കെ റെഡി ആയിട്ട് ഇരുന്നായിരുന്നു അവർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇറങ്ങാനായിട്ട്. എന്നാലും ഇത്തിരി കൂടെ ടൈമൊക്കെ വേണ്ട അവർക്കൊന്ന് ഫൈനൽ റെഡി ആകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ജോജി റെഡിയായി എത്തി. അപ്പോഴേക്കും തന്നെ പുറകിൽ കൂടെ തന്നെ തക്കും സിജിയും റോണൂട്ടനും എല്ലാവരും റെഡി ആയതായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാണ്. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ഞങ്ങളുടെ മൂത്ത ആൻറ്റിയുടെ അടുത്തേക്കാണ്. ഏറ്റവും മൂത്ത ആൻറ്റിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, അമ്മയുടെ മൂത്ത ആങ്ങളയുടെ വീട്ടിലേക്ക്. അപ്പോൾ മള്ളിശ്ശേരിയിലാണ് മൂത്ത ആങ്ങളയുടെ വീട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകണം. ഇപ്പോൾ നമ്മൾ പോത്തുശ്ശേരിയിലാണ് ഉള്ളത്. ഇനി പോത്തുശ്ശേരി നമ്മൾ പോകുന്നത് മള്ളിശ്ശേരിക്ക്. അപ്പോൾ ഞങ്ങളിത് അവിടേക്കുള്ള യാത്രയ്ക്കായിട്ട് ഇറങ്ങണം. അപ്പോൾ അവരുടെയും വണ്ടി എടുത്തിട്ടുണ്ട്. സിജി ഫാമിലി അവരുടെ വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സണ്ണിയുടെ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും സണ്ണി ഫാമിലി ഞങ്ങളൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റി മറിച്ചൊക്കെ അവിടെ എവിടെയും സ്ഥലമൊക്കെ ഉള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ഞങ്ങളിത് അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലണം കേട്ടോ. ഞങ്ങളങ്ങനെ ഇതാ ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പോൾ ആൻറ്റിക്ക് ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ 3 ഫാമിലിനെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ 3 ഫാമിലിയും കൂടെ ഒരുമിച്ച് പോകുന്നത് കേട്ടോ എല്ലാവരുടെയും വീടുകളിലേക്ക്. സാധാരണ ഞങ്ങൾ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ തനിച്ച് പോകാറ്, സിജി ഫാമിലി വരുമ്പോൾ അവർ തനിച്ച് പോകാറ്, പിന്നെ മിഡു ഫാമിലി അവരായാലും തനിച്ച് അങ്ങനെയൊക്കെയാണ് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ആൻറ്റി ഞങ്ങളെ കുറച്ച് സമയം വിളിച്ചിരുത്തി കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ചായയും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അവിടെ നിന്ന് എപ്പോൾ ഇറങ്ങുമ്പോഴും ആൻറ്റി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചൊക്കെയാണ് നമ്മളെല്ലാവരും വിടാറ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് നിർത്തി ഇതാ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടണം കേട്ടോ ആൻറ്റി.
അങ്ങനെ ആൻറ്റി ഞങ്ങൾ ഓരോരുത്തരായിട്ട് പേഴ്സണലി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിട്ടുവിട്ടോ. അപ്പോൾ എല്ലാവരും ആൻറ്റിയോട് ഞങ്ങളെല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആൻറ്റി ഞങ്ങൾക്കും ബൈ ബൈ ഒക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ പോകുന്നത് ആൻറ്റിയുടെ മൂത്ത മോളുടെ വീട്ടിലേക്കാണ്. ആൻറ്റിയുടെ മൂത്ത മോളുടെ വീട് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്, അധികം ദൂരമല്ലേ ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇവർ ഞങ്ങളുടെ ടോമി ചേട്ടനും ലിസ് ചേച്ചിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ അപ്പോഴേക്കും ചേച്ചി ഇതാ വെള്ളമൊക്കെ എടുത്ത് വെള്ളം പലഹാരങ്ങളൊക്കെ ആയിട്ട് എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണം, ഇവിടെ സെറ്റാക്കണം. ഞങ്ങളപ്പോൾ നേരത്തൊക്കെ ഇരുന്ന് ചേട്ടനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചേട്ടൻ ഞങ്ങളെ വീടൊക്കെ എല്ലാം മുകളിലത്തെ നിലയും താഴത്തെ നിലയൊക്കെ ആയിട്ട് ഞങ്ങളെ കാണിച്ചു തന്നിട്ട് കുറച്ചാളായിരുന്നു ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ മുഴുവനായിട്ടൊന്ന് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തന്നു. ഇവിടെ ചേച്ചിയുടെ മോൻ്റെ വൈഫുണ്ട്. അപ്പോൾ മോൻ്റെ വൈഫ് ഇതാ ഇപ്പോൾ തന്നെ ജോലിയും കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങണം, കാരണം ഇനി നമുക്ക് വേറെ വീടുകളിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരുമിച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 ഫോട്ടോസും അതുപോലെ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തിട്ടോ അവിടുന്ന്. അതിനുശേഷം അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞതാ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് ഇവിടെയുള്ള ചേച്ചിയുടെ അനീറ്റിയുടെ വീട്ടിലേക്കാണ്. അതായത് ഞങ്ങളുടെ ആൻറ്റിയുടെ 2ാമത്തെ മോളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത് ഇവിടുന്ന്. അപ്പോൾ വീടുകളെല്ലാം ഇന്ന് തന്നെ നമുക്ക് തീർക്കാൻ മാക്സിമം പറ്റുന്ന വീടുകൾ ഇന്ന് തീർക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ പോകുന്ന ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത് കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കാലടിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അവിടെയുള്ളത് ഞങ്ങളുടെ സണ്ണിച്ചേട്ടനും അതുപോലെ തന്നെ മേരിക്കുഞ്ഞ് ചേച്ചി, ഞങ്ങൾ വിളിക്കുന്നവരെ അങ്ങനെയാണ്. അപ്പോൾ സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഞങ്ങളങ്ങനെ സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും മേരിക്കുഞ്ഞ് ചേച്ചി വെള്ളവും പലഹാരങ്ങളൊക്കെ ഇവിടെ എടുക്കണം. നമ്മളെത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഇവർ കുടിപ്പിച്ച് വിടുള്ളൂ. അപ്പോൾ അങ്ങനെ സണ്ണിച്ചേട്ടനോട് ഞങ്ങളെല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ ചേച്ചി വെള്ളമൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ മേരിക്കുഞ്ഞേച്ചി. അതുപോലെ തൊട്ടടുത്ത് തന്നെ സണ്ണിച്ചേട്ടനും അവരുടെ ഒരു മോനും ഇവിടെ ഇരിപ്പുണ്ട്. വേറെ അവർക്ക് 2 മക്കളുണ്ട്. അവർ 2 പേരും കാനഡയിൽ ജോലി ചെയ്യുന്നു. സണ്ണിച്ചേട്ടൻ പോലീസ് ചേട്ടനാട്ടോ. അപ്പോൾ ചേട്ടൻ്റെ റിട്ടയർമെൻറ്റ് ഈ വർഷമാണ്. അപ്പോൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഡേ വരുന്നത്. അപ്പോൾ അതൊരു ഫംഗ്ഷനായിട്ടാണ് ചേട്ടൻ നടത്തുന്നത്. ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് വരുന്നതിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ഒത്തിരി നമ്മുടെ പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ പയ്യെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. ഞങ്ങൾ വയനാട്ടിൽ പോയ ആ ഒരു ഇതിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഒത്തിരി ബാക്കായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബസ്സിലേക്ക് തിരിച്ചു വന്നാലും ഒത്തിരി ദിവസത്തേക്ക് നമ്മുടെ കേരള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് പറ്റുന്ന പോലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും മുറ്റത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് പിന്നീട് എടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു ഓർമ്മകളല്ലേ. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവരോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം. ഇനി നമുക്ക് അടുത്ത് പോകേണ്ട വീടെന്ന് പറയുന്നത് പെരുമ്പാവൂരാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ആ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ പന്തലൊക്കെ ഇടാനുള്ള ആ ഒരു പകുതി വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 2-3 ദിവസം കൂടിയുള്ള ഫംഗ്ഷനായിട്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരോട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഫംഗ്ഷൻ വരാമെന്ന് പ്രോമിസൊക്കെ ചെയ്ത് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് അപ്പച്ചൻ്റെ പെങ്ങളുടെ മോളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിവിടെ പെരുമ്പാവൂരാണ്. അപ്പോൾ കാലടി അടുത്തായതുകൊണ്ട് ആ വീട് ഇന്ന് കവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പോകണം. അപ്പോൾ അതായത് നമ്മൾ എത്തിയിട്ടോ. ഞാൻ നമ്മുടെ വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മേരിക്കുഞ്ഞേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഉടനെ തന്നെ അമ്മയുടെ മോളുടെ വീട് കാണിക്കുന്നത്. റോട്ടിൽ നിന്നെടുത്ത് ക്ലിപ്പൊന്നും ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ, മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ അമ്മയുടെ മോളുടെ വീട്ടിലെത്തി. അവരോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ മോളുടെ ഹസ്ബൻഡ് അതായത് ഞങ്ങളുടെ ആൻ്റണി ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൻ്റണി ചേട്ടൻ വരുന്നവരെ ഞങ്ങളിരുന്ന് കുറച്ച് സമയമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ആളെത്തിയിട്ടോ. ആളെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എങ്ങനെ സൽക്കരിക്കേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ഓടി നടന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നാച്ചുറൽ പഴം പഴം ഇവിടെ തന്നെ എടുക്കാം. ഞാൻ തന്നെ എടുക്കട്ടോ. നല്ല അടിപൊളി പഴം. അങ്ങനെ പറ്റില്ല. ദൈവമേ എനിക്ക് വയ്യ.
അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഷെഡ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ടേബിൾ ഫാനൊക്കെ സെറ്റ് ചെയ്ത ആൾ വയ്ക്കണം, സ്റ്റാൻഡ് ഫാൻ. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങളവിടെ ഇന്ന് വിടാനുള്ള ലക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചായയൊക്കെ റെഡിയാക്കി പലഹാരങ്ങളൊക്കെ മാക്സിമം എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കേക്ക്, പിന്നെ പപ്സ്, ചക്ക വറുത്തത്, പഴംപൊരി, സുഖിയൻ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ എല്ലാ പലഹാരങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ പഴം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ആൾ നല്ല ജോളി ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഇരുന്ന സമയത്തൊക്കെ അല്ലേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോരേണ്ട സമയമായപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞതാ. അങ്ങനെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി അവിടെ നിന്ന് തിരിക്കണം കേട്ടോ. അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. മഴക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മഴ പെയ്യോ മഴയിൽ പെടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയം വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയിൽ പെട്ടു. സൂപ്പർ മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. Bye bye.